ഈ വർഷത്തെ വിഷു കുറച്ച് സ്പെഷ്യലായിട്ട് തോന്നി. അങ്ങനെ തോന്നാൻ കുറച്ച് അധികം കാരണങ്ങളും ഉണ്ട്. അതിലാദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ ഈ വീട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ വിഷുവാണിത്. അതൊന്ന് എക്സ്ട്രാ സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റ് കണി എങ്ങനെയാണോ സെറ്റാക്കണം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസ് ഒക്കെ വെച്ചൊരു പെർഫെക്റ്റ് വിഷു കണി തന്നെ ഇക്കൊല്ലം അച്ഛൻ സെറ്റ് ചെയ്ത് തന്നു. ഇതൊക്കെ കൊണ്ട് ഒരു വിഷു സ്പെഷ്യൽ ആവുമെന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല. ഇതിനെയും കാട്ടി നമുക്ക് ഇരട്ടി സന്തോഷം തന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ലക്കി വന്നിട്ടുള്ള ആദ്യത്തെ വിഷുവാണിത്. അവൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തുള്ള സംഗതിയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണത്. ഞങ്ങളുടെ വീട്ടിലെ മെമ്പർ എന്ന നിലയിൽ ലക്കിയുടെ ഫസ്റ്റ് കണി അത് നല്ല ബെസ്റ്റ് കണിയാക്കി കൊടുക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഓർമ്മയിൽ ഇത് ആദ്യമായിട്ടാണ് 3 വിളക്കും പടുക്കയൊക്കെ വെച്ച് ഇത്രയും നല്ലൊരു കണി ഞാൻ കാണുന്നത്. ഇനിയുള്ള അവസാനത്തെ റീസൺ കല്യാണം ഉറപ്പിച്ചത് തന്നെയാണ്. ഈ വർഷത്തെ വിഷു വിശ്വസൊക്കെ അറിയിക്കാൻ കുറച്ച് ബന്ധുക്കളെയൊക്കെ നമുക്ക് അധികം കിട്ടി പുതിയതായിട്ട്. ഈ വക ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ വർഷത്തെ വിഷു കുറച്ച് സംഭവമായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. ആഘോഷം അത് ഏതും ആയിക്കോട്ടെ, പക്ഷെ അമ്പലം വിട്ടൊരു കളിയില്ല. വീട്ടിലെ കണി കണ്ടതിന് ശേഷം നേരെ അമ്പലത്തിലോട്ട് പോയി അവിടുത്തെ കണിയാണ്. ഈ വർഷം എല്ലാവർക്കും നന്നായിരിക്കട്ടെ, നിങ്ങൾ ഓരോരുത്തർ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടക്കട്ടെ, ആരോഗ്യ ആയുസ്സൊക്കെ ദൈവം തരട്ടെ എന്ന് ഞാനും എൻ്റെ വീട്ടുകാർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.